ബെസ്റ്റ് ആക്ട്രസ് എന്തിനായിരുന്നു? നാടകം കളിച്ചെന്റെ. നീ അടുക്കളയിൽ പോലും പാത്രമൊക്കെ വെക്കൂലേ? താഴെ വെച്ചാലേ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു. മക്കളുടെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടും. എനിക്ക് അതിനുള്ള കഴിവുണ്ട്. ആരോട് വെച്ചിട്ടെടുത്തേ? ഇതാരും അറിയാതെ ഞാൻ ഇവിടെ കൊണ്ടുവെക്കും. ഒരു അവാർഡും കിട്ടിപ്പോ. ഒരു അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേശുവിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ പാർവട വീട്ടിലെല്ലാവർക്കും സന്തോഷമാവുന്ന ഒരു സംഭവത്തിലാണ് പ്രൊമോ തുടങ്ങുന്നത്. അപ്പോൾ എപ്പിസോഡ് നല്ല രീതിയിൽ ഒരു രസകരമായിട്ട് തന്നെ തുടങ്ങാണ്. പാറക്കുട്ടി മെയിൻ ആയിട്ട് വരാൻ നേരത്തെ നല്ലൊരു ക്യൂട്ട് ആൻഡ് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കോമഡി വരുമെന്ന് നമുക്കറിയാം. പിന്നെ കേശു തിരിച്ചു വന്നിട്ടുണ്ട്, അതിന്റെ ഒരു സന്തോഷം കാണാനായിട്ട് ഉണ്ട്. ലച്ചുവും പിന്നെ നല്ല കളറായിട്ട് നമ്മളെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ബാലുച്ചന്റെ കാര്യം പലരും എനിക്ക് മെസ്സേജ് അല്ലെങ്കിൽ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലുച്ചന്റെ ഒരു എൻട്രി എപ്പോഴായിരിക്കും എന്നുള്ളത് ഇപ്പോഴും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഓണം എപ്പിസോഡിൽ നിന്നായിരുന്നു ആദ്യം വന്ന ഇൻഫർമേഷൻ, പക്ഷേ ഇപ്പോൾ പിന്നെ അത് നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത് തന്നെ ബാലുച്ചന്റെ എൻട്രി ഉപ്പുമുളകിൽ ഉണ്ടാവുമെന്നാണ് കൺഫർമേഷൻ പറയാൻ പറ്റുന്നത്. ഇപ്പം തൽക്കാലം പറയാൻ പറ്റുന്നത് എന്തായാലും എപ്പിസോഡ് നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം പാർക്കുട്ടി കുറച്ച് നേരം കഴിയാൻ നേരത്ത് കുറച്ച് സെൽഫിഷ് ആവുന്ന പോലെ കാണിക്കുന്നുണ്ട്. വലിയ ഗമയൊക്കെ കാണിച്ചിട്ട് മറ്റേ മെസ്സി വേൾഡ് കപ്പ് ഒക്കെ ആയിട്ട് പിടിച്ച് ഉറങ്ങുന്ന പോലെ പാർക്കുട്ടി നമ്മുടെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് പിടിച്ച് ഉറങ്ങുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട്. നല്ല കോമഡി എപ്പിസോഡ് തന്നെ ആയിരിക്കും.